അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമു തജ്വീദിന്റെ വർക്ക് ബുക്കിന്റെയും 9-ാം ചാപ്റ്ററാണ് വായിക്കുന്നത്. അത്തൻവീൻ. എന്താണ് തൻവീന്? തൻവീനിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കുട്ടികളെ സഹായിക്കാൻ വേണ്ടി വലിയ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം. നോക്കൂ, ഗഫൂറൻ സമീഉൻ അലീമിൻ. ഇതിലൊക്കെ ഫതഹ് തൻവീന്, ലൊമ്മ തൻവീന്, കസ്ർ തൻവീൻ എന്നിവ കാണുന്നുണ്ട്. പക്ഷേ ഉച്ചാരണത്തിൽ സാക്കിന നൂനാണ് ഉച്ചരിക്കുന്നത്. സമീഉൻ, ഗഫൂറൻ, സമീഉൻ, അലീമിൻ. എഴുത്തിൽ കാണുന്നില്ല. ഇതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. ഈ കലിമത്തുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവയുടെ അവസാനത്തിൽ എഴുത്തിലില്ലാത്തൊരു സുക്കൂനുള്ള നൂനിനെ നാം വായിച്ചു. എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. ഉദാഹരണം നോക്കൂ, കിതാബുൻ. കിതാബുൻ എന്ന തൻവീന് യഥാർത്ഥത്തിൽ സുക്കൂനുള്ള നൂനാണ്. കിതാബിൻ, കിതാബൻ. ഇവിടെയൊക്കെ എക്സ്ട്രാ ഒരു നൂന് ഉച്ചാരണത്തിൽ കാണുന്നുണ്ട്. താഴെയുള്ള ഉദാഹരണങ്ങളിൽ അടിവരയിട്ട ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് പാരായണം ചെയ്യാം. ഇവിടെയൊക്കെ തൻവീനുള്ള ഉദാഹരണമാണ്. ബഖറ സൂറത്തിലെ 45-ാമത്തെ ആയത്തിലാണ്. ഫജഅലഹു ഗുസാഅൻ നഹ്വ. അഅല സൂറത്തിലെ 5-ാമത്തെ ആയത്ത്. കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ. അൻആം സൂറത്തിലെ 84. സലാമുൻ ഹിയ മത്ലഇൽ ഫജ്ർ. ഖദർ സൂറത്തിലെ 5-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ വാസിഉൻ അലീം. ബഖറ സൂറത്തിൽ 115. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. ഖലം സൂറത്തിലെ 4-ാമത്തെ ആയത്ത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനഹ്. മുംതഹിന സൂറത്തിലെ 4-ാമത്തെ ആയത്ത്. وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ. ഖലം സൂറത്തിലെ 3-ാമത്തെ ആയത്ത്. ഇന്ന അല്ലാഹ കാന അഫൂവൻ ഗഫൂറാ. നിസാ സൂറത്തിലെ 43-ാമത്തെ ആയത്ത്. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഹഖ സൂറത്തിലെ 7-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഹജ്ജ് സൂറത്തിലെ 63-ാമത്തെ ആയത്ത്. ദഫ്തർ തലബ് അഥവാ വർക്ക് ബുക്ക് നോക്കുന്ന ദിബാത്തുകൾ ചെയ്യുക. അൽ ഖിറാഅത്ത് വൽ ഹിഫ്ള് 1. നഖറ സൂറത്തുൽ ജുമുഅ വൽ മുനാഫിഖൂൻ വനക്തശിഫു തൻവീന മിൻഹുമ. ജുമുഅ സൂറത്തും മുനാഫിഖൂൻ സൂറത്തും പാരായണം ചെയ്തിട്ട് തൻവീന് വെളിവാക്കി ഓതുക. 2. നഹ്ഫള് സൂറത്തുൽ ഖദ്രി വൽ അദ്കാർ. ഖദർ സൂറത്തും അദ്കാറും മറ്റു അദ്കാറുകളും കാണാതെ പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കതിന്റെ വർക്ക് വായിക്കും. 1. നക്തശിഫു സബബൽ ഇൽഹാർ. താഴെ പറയുന്നതിന്റെ ഇൽഹാറിന്റെ കാരണം വ്യക്തമാക്കുക. സലാമുൻ ഹിയ. തൻവീന് ശേഷം ഹാ വന്നു. അൻഅംത. ഐനിന് ശേഷം മീം വന്നു. റസൂലുൻ അമീൻ. തൻവീന് ശേഷം ഹംസ വന്നു. കാദിബത്തിൻ ഖാത്തിഅ. തൻവീന് ശേഷം ഹാ വന്നു. നാറുൻ ഹാമിയ. തൻവീന് ശേഷം ഹാ വന്നു. മിൻ ഖൈർ. സാക്കിന നൂന് ശേഷം ഹാ വന്നു. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഹൽക്കിന്റെ 6 ഹർഫ്. ഐന്, ഹാ, ഐന്, ഹാ, ഹംസ, ഹാ. ഈ ഹർഫിന്റെ ശേഷം ഈ ഹർഫുകളിൽ നിന്ന് ഒന്ന് സാക്കിന നൂനിന്റെ തൻവീനിന് ശേഷം വന്നാൽ അവിടെ വ്യക്തമായി ഉച്ചരിക്കണം എന്ന് പറയുന്നു. വ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. 2. നഖറ വനക്തശിഫ് മവാദിഅൽ ഇൽഹാർ. താഴെ പറയുന്ന സ്ഥലങ്ങൾ താഴെ പറയുന്നത് പാരായണം ചെയ്ത് ഇൽഹാർ വ്യക്തമാക്കുക. യാ അയ്യുഹൻ നാസു اتقوا ربكم إن زلزلة الساعة شيء عظيم. ഇവിടെ ഷൈഉൻ അലീം തൻവീന് ശേഷം ഐൻ എന്തുകൊണ്ട് ഇൽഹാറാണ് ചെയ്യേണ്ടത്?
يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഹജ്ജ് സൂറത്തിലെ 2-ാമത്തെ ആയത്താണ്. ഇതിൽ നോക്കൂ, എവിടെയാണ് അള്ളാഹ് വന്നിട്ടുള്ളത്? കുല്ലു മുർളിഅത്തിൻ അമ്മ. മുർളിഅത്തിൻ അമ്മ ഇത് തൻവീന് ശേഷം ഐന് വന്നു. അടുത്തത് ഹംലിൻ ഹംലഹ, തൻവീന് ശേഷം ഹ വന്നു. ഈ സ്ഥലങ്ങളിൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുസമ്മിൽ സൂറത്തിലെ 13-ാമത്തെ ആയത്താണ്. ഇവിടെ നോക്കൂ, തൻവീന് ശേഷം അദാബൻ അലീമ, തൻവീന് ശേഷം ഹംസ വന്നു. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നൂഹ് സൂറത്തിലെ 1-ാമത്തെ ആയത്താണ്. ഇവിടെ നോക്കൂ, നൂഹൻ ഇ, തൻവീന് ശേഷം ഹംസ വന്നു. അൻ അൻദിർ, സാക്കിനു ശേഷം ഹംസ വന്നു. അദാബുൻ അലീം, തൻവീന് ശേഷം ഹംസ വന്നു. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. ഹാഖ സൂറത്തിലെ 7-ാമത്തെ ആയത്ത്. ഇവിടെ അയ്യാമിൻ ഹുസൂമ, തൻവീന് ശേഷം ഹ വന്നു. നഖ്ലിൻ ഖാവിയ, തൻവീന് ശേഷം ഖ വന്നു. തേർഡ് വർക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? നുജീബ്, ഉത്തരം എഴുതാനാണ്. ചോദ്യം 1, തൻവീൻ എന്നാൽ എന്ത്? എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. ഫോർത്ത് ആക്ടിവിറ്റി, നഗ്തി ബി മിസാലൈനി ലിക്കുല്ലി മിനൽ ആത്തിയ. താഴെ പറയുന്നതിന് ഓരോന്നിനും 2 ഉദാഹരണങ്ങൾ ഇത്, അഥവാ ഇൽഹാർ നൂന് സാക്കിന നൂന് ഇൽഹാർ ചെയ്യേണ്ട 2 ഉദാഹരണങ്ങൾ. അതുപോലെ തന്നെ ഇൽഹാർ തൻവീൻ ഇൽഹാർ ചെയ്യേണ്ട 2 ഉദാഹരണങ്ങൾ. ഹംസക്ക് നോക്കൂ, അൻ അൻദിർ, മൻ ആമന. ഹാഇന് മൻ ഹാജറ യൻഹൗന. ഐനിന് അൻഅംത മിൻ ഇൽമിൻ. ഹാഇന് യൻഹിതൂന മിൻ ഹസനത്തിൻ. ഗൈനിന് മിൻ ഗില്ലിൻ ഫസയുൻഗിലൂന. ഖാഇന് മിൻ ഖൈരിൻ വൽ മുൻഖനിഖ. ഇനി ഇൽഹാർ തൻവീൻ ഉദാഹരണം. ഹംസക്ക് റസൂലുൻ അമീൻ നൂഹൻ ഇല. ഖാഇന് സലാമുൻ ഹിയ കുല്ലൻ ഹദൈന. ഐനിന് വാസിഉൻ അലീം ഖുലുഖിൻ അലീം. ഹാഇന് നാറുൻ ഹാമിയ ഹംലിൻ ഹംലഹ. ഗൈനിന് ലഅഫുവൻ ഗഫൂർ ഹദീസിൻ ഗൈരിഹി. ഖാഇന് കാദിബത്തുൻ ഖാതിഅ യൗമഇദിൻ ഖാശിഅ. അപ്പോൾ നമുക്ക് തൻവീൻ എന്താണ് എന്നൊരു ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹു തആല ഇത്തരം നിയമങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.